കഴിഞ്ഞ സീസണിൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് റോസല്ലയുടെ ഫ്ലവേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി കൂടുതലായിട്ട് വയനിടാന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ വിത്തുമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ചൂടായിരിക്കുന്ന സമയത്ത് തന്നെ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ ഒരാൾ കിളിർത്ത് നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെ എന്തായാലും അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്ന ചെടിയാണ്. ഇതിൽ നിന്നൊന്ന് മാറ്റി തരണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നതാണ്. പക്ഷേ ഈ ചട്ടിക്കകത്തുനിന്ന് ആളെ മാത്രമായിട്ട് പുറത്തേക്ക് എടുക്കാൻ ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും എൻ്റെ ടീമും ഒക്കെ കൂടി ചേർന്നിട്ട് അവസാനം കഷ്ടപ്പെട്ടിട്ട് ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് തന്നെ പുറത്തേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ റൊസല്ല നട്ടിരുന്ന അതേ സ്ഥലത്ത് തന്നെ ഒരു കുഴിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ ഇത് ഇളക്കിയെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് പോരുന്നു ശരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ നിന്ന് കുറേ തൈകളൊക്കെ ഞാൻ ഇളക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേർപിരിയാൻ ഇത്ര സങ്കടമാണെങ്കിൽ പിന്നെ ഒരാൾ കൂടി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു റോസല്ലയും ഒരു സ്നേക്ക് പ്ലാന്റും കൂടി ചേർത്തി തന്നെ ഞാനിവിടെ ഒന്ന് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വളമുള്ള ഏരിയ ആണ്, കോഴിക്കോടിനോട് ചേർന്നിട്ടാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് ചൂട് കുറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൊണ്ട് ചേർത്ത് ഞാനിവിടെ ഒന്ന് നട്ടു കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിലൊരു പൊട്ടാറ്റോയും കൂടി ഞാനിവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. കിട്ടുന്ന വളമൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു കുടുംബം അവിടെ സെറ്റാക്കി കൊടുത്തിട്ട് നമ്മൾ അടുത്ത പണിയിലോട്ട് പോവുകയാണ്.